Hi, welcome to Lash Class. Calicut University BA First Semester AAC for Literatures My Immigration Story എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയും അനാലിസിസും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഇതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ജേർണി undertaken by the 4-year-old girl and her family who were there with her? ഇനി ഇതിൽ നരേറ്റർ ആയിട്ടുള്ള ടാൻലി 4 വയസ്സാവുന്ന സമയത്ത് നടത്തുന്ന ഒരു യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. ആ യാത്രയുടെ പ്രാധാന്യം എന്തായിരുന്നു, ആ യാത്രയിൽ ആരൊക്കെയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. The journey represents the family's escape from Vietnam to seek safety and a better life. ആ സമയത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വിയറ്റ്നാമിൽ നിന്ന് സുരക്ഷിതത്വവും അതുപോലെ തന്നെ മെച്ചപ്പെട്ടൊരു ജീവിതവും അന്വേഷിച്ചുകൊണ്ടാണ് അവർ ആ യാത്ര നടത്തുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായിട്ടാണ് ആ യാത്രയുടെ പ്രാധാന്യത്തെ നമ്മൾ കാണുന്നത്. ടാൻലെ വാസ് അക്കമ്പനീഡ് ബൈ ഹെർ മദർ, ഗ്രാൻഡ് മദർ ആൻഡ് സിസ്റ്റർ ഡ്യൂറിംഗ് ദിസ് ഡേഞ്ചറസ് വോയേജ്. ഇനി ആ അപകടകരമായ യാത്രയിൽ അവരുടെ മദർ, ഗ്രാൻഡ് മദർ, സിസ്റ്റർ എന്നിവരാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. വൈ ഡിഡ് ദ മദർ ഹാവ് എ സ്മോൾ ബോട്ടിൽ ഓഫ് പോയിസൺ വിത്ത് ഹെർ? ഇനി ഇവർ അഭയാർത്ഥികളായിട്ട് നടത്തിയിട്ടുള്ള ആ യാത്രയിൽ ഇവരുടെ അമ്മ ഒരു ചെറിയ വിഷക്കുപ്പി കയ്യിൽ കരുതിയിരുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്? Stanley's mother carried the poison as a last resort to avoid being captured by pirates. ഇവിടെ യാത്രയിൽ പൈറേറ്റ്സ് അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരെ ഇവരെ പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അവസാന മാർഗം എന്നുള്ള രീതിക്ക് ഒരു വിഷക്കുപ്പി അവർ കയ്യിൽ കരുതിയിരുന്നത്. അതായത് ഈ കടൽ കൊള്ളക്കാരെ ഇങ്ങനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ വിഷം കുടിച്ച് മരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവർ ഈ യാത്ര ആരംഭിക്കുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദി ഇമ്മൻസ് ഡേഞ്ചർ ദേ ഫേസ് ഡ്യൂറിംഗ് ദർ എസ്കേപ്പ്. അപ്പോൾ അവർ ആ വിയറ്റ്നാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയിട്ടുള്ള യാത്ര എത്രമാത്രം അപകടം നിറഞ്ഞതായിരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഹൗ ഡസ് സ്റ്റാൻലി ഡിസ്ക്രൈബ് ദി ഇമ്പാക്ട് ഓഫ് ഹെർ ഗ്രാൻഡ് ഫാദേഴ്സ് ലൈഫ് ഓൺ ഹെർ ഓൺ? ഇനി ഇവിടെ ഗ്രാൻഡ് ഫാദറിന്റെ ജീവിതം അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് എന്താണ് അവർ പറയുന്നത്? ടാൻലെ റിഫ്ലെക്ട്സ് ഓൺ ഹൗ ഹെർ ഗ്രാൻഡ് ഫാദേഴ്സ് ഷാറ്റേർഡ് ഡ്രീംസ് ആൻഡ് സാക്രിഫൈസസ് ലെഫ്റ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ ഹെർ. ഇവിടെ ഗ്രാൻഡ് ഫാദർ ഒരു പ്ലേ റൈറ്റും പോയറ്റുമായിരുന്നു, ഒരു നാടകകൃത്തും കവിയുമായിരുന്നു എന്നാണ് പറയുന്നത്. യൂണിഫൈഡ് വിയറ്റ്നാമിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ നേരത്തെ ഇതിൽ സമ്മറിയിൽ സൂചിപ്പിച്ചിരുന്നു, ഈ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്നതുപോലെ രാജ്യം രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വിയറ്റ്നാം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു യൂണിഫൈഡ് വിയറ്റ്നാം എന്നുള്ള ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളായിരുന്നു ഇവരുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നത്. ആ സ്വപ്നം തകർന്നു പോകുന്നത് അയാൾക്ക് സാക്ഷിയാവേണ്ടി വന്നു. His resilience in the face of historical defeat deeply influenced her own determination to endure. അങ്ങനെ ചരിത്രപരമായിട്ടുള്ള ഒരു പരാജയത്തിന്റെ മുമ്പിൽ അയാൾ ഇങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുന്നത് ഇവർക്കും ഇതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അവർ കണക്കാക്കുകയാണ്. Who is Mai and what was the task undertaken by her after her father's death? ഇനി ആരാണ് മായ എന്ന് പറയുന്നത്? നമ്മുടെ നരേറ്ററിന്റെ ഫാദറിന്റെ മരണശേഷം എന്താണ് അവർ ചെയ്തത്? മായ ഈസ് സ്റ്റാൻലേസ് മദർ ആൻഡ് ആഫ്റ്റർ ഹെർ ഫാദേഴ്സ് ഡെത്ത് ഷീ ലെഡ് ദ ഫാമിലി ഇൻ ഫ്ലീയിങ് വിയറ്റ്നാം. മായ എന്ന് പറയുന്നത് നമ്മുടെ നരേറ്റർ ടാൻലെയുടെ മദറാണ്. അവളുടെ ഫാദർ മരിക്കുന്ന സമയത്ത് മദറിന് 18 വയസ്സ് മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നത്. അവർ ആ സമയത്താണ് ഈ ഫാമിലിയെ യുദ്ധം നടക്കുന്ന വിയറ്റ്നാമിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അഭയാർത്ഥികളായിട്ട് കൊണ്ടുപോകുന്നത്. Her goal was to provide a better life for them in Australia. ഓസ്ട്രേലിയയിൽ അവർക്കൊരു മെച്ചപ്പെട്ട ജീവിതം കൊടുക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ് അവർ ഏറ്റെടുക്കുന്നത്. Where did Stanley and her family settle after arriving in Australia? ഇനി ഇവരെ ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം എവിടെയാണ് സെറ്റിൽ ചെയ്യുന്നത്? The family settled in a working class suburb in Melbourne. ഓസ്ട്രേലിയയിലെ മെൽബൺ നഗരത്തിലെ ഒരു വർക്കിംഗ് ക്ലാസ് സബേർബ്, അതായത് തൊഴിലാളികളും ഏറെക്കുറെ പാവപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് അവർ സെറ്റിൽ ചെയ്യുന്നത്. ദിസ് ന്യൂ എൻവയോൺമെന്റ് ബിക്കം ദെയർ ഹോം ആസ് എ വർക്ക് ടു റീബിൽഡ് ദെയർ ലൈഫ്സ്. അവരുടെ മെച്ചപ്പെട്ട ജീവിതം പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് അതാണ് അവരുടെ വീടായിട്ട് അവർക്ക് ലഭിക്കുന്നത്. ഹൗ ഡിഡ് ടാൻലേസ് മദർ സപ്പോർട്ട് ദ ഫാമിലി ഇൻ ഓസ്ട്രേലിയ? ഇനി ഇവർ ഓസ്ട്രേലിയയിൽ എത്തി പുതിയ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇവരുടെ മദർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? Stanley's mother supported the family by working on farms and in factories while also studying English. അപ്പോൾ ഇവരുടെ മദർ പല ജോലികൾ ചെയ്യുന്നുണ്ട്. ആദ്യം ഫാമുകളിലും അതുപോലെ ഫാക്ടറികളിലൊക്കെയാണ് അവർ ജോലി ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നതിനും അവർ വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. Her hard work allowed the family to survive and adapt in their new country.
അപ്പോൾ അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അവരൊരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ള വഴിക്ക് ആ രാജ്യത്തുള്ള ആ ഒരു കൾച്ചറുമായിട്ടും എൻവയോൺമെന്റുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ഒരു സപ്പോർട്ട് ഈ ഒരു ഫാമിലിക്ക് കൊടുത്തിരുന്നു. ഹൗ ഡിഡ് ടാൻലെ കോപ്പ് വിത്ത് ദ ഡിസ്ക്രിമിനേഷൻ ഷീ ഫേസ്ഡ് ഇൻ സ്കൂൾ? ഇനി ഇവര് ഓസ്ട്രേലിയയിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ എന്ന ഒരു വംശീയ വിവേചനം ഇവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. അതിനോട് എങ്ങനെയാണ് ഇവർ പ്രതികരിക്കുന്നത്? ടാൻലെ ഫോക്കസ്ഡ് ഓൺ ഹെർ എഡ്യൂക്കേഷൻ ആൻഡ് എക്സൽഡ് ഇൻ ഹെർ സ്റ്റഡീസ് ഡിസ്പൈറ്റ് ഫേസിംഗ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ കൂടെയുള്ള മറ്റ് സ്റ്റുഡൻസിൽ നിന്ന് പലപ്പോഴും ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ നേരിട്ടിരുന്നുവെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് നല്ല രീതിയിലുള്ള വിജയമാണ് അവർ അക്കാഡമിക്കലി നേടുന്നത്. ഷീ യൂസ്ഡ് ദീസ് ചലഞ്ചസ് ആസ് മോട്ടിവേഷൻ ടു സക്സീഡ് അക്കാഡമിക്കലി. അപ്പോൾ ഇത്തരം ഡിസ്ക്രിമിനേഷനും വെല്ലുവിളികളുമെല്ലാം ഒരു മോട്ടിവേഷൻ ആയിട്ടാണ്, അങ്ങനെ തോറ്റു കൊടുക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കൂടുതൽ വാശിയോടെ പഠിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് അവരിതിനെ നേരിടുന്നത്. വാട്ട് റെക്കഗ്നീഷൻ ഡിഡ് ടാൻലെ റിസീവ് വൈൽ ഷീ വാസ് എ ഫൈനൽ ഇയർ ലോ സ്റ്റുഡന്റ്? ഇനി അവർ ഫൈനൽ ഇയർ ലോ സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു അവാർഡ് ലഭിച്ചിരുന്നു. എന്തായിരുന്നു അത്? വൈൽ ഇൻ ഹെർ ഫൈനൽ ഇയർ ഓഫ് ലോ സ്കൂൾ ടാൻലെ വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ യങ് ഓസ്ട്രേലിയൻ ഓഫ് ദ ഇയർ. യങ് ഓസ്ട്രേലിയൻ ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡാണ് അവർക്ക് ലഭിച്ചത്. ദിസ് ഓണർ സെലിബ്രേറ്റഡ് ഹെർ അച്ചീവ്മെന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻസ്. ഒന്ന്, അവരുടെ പഠനത്തിലുള്ള അവരുടെ അച്ചീവ്മെന്റ്സ്, അതോടൊപ്പം തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ടു കമ്മ്യൂണിറ്റി. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിലേക്ക് അതിനോട് അവർ മാറിയിരുന്നു. ആ കോൺട്രിബ്യൂഷൻസ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. വാട്ട് മോട്ടിവേറ്റഡ് ടാൻലെ ടു സ്പീക്ക് ഔട്ട് ഓൺ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ? ഇനി ഇവരുടെ സോഷ്യൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഇവർ പ്രധാനമായിട്ടും തൊഴിലില്ലായ്മയെ കുറിച്ചിട്ടും അതുപോലെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത്. എന്താണ് അതിന് അവരെ മോട്ടിവേറ്റ് ചെയ്തത്? ടാൻലെ's experience as a refugee and the hardships her family endured drove her to advocate for youth unemployment and education. സ്വയം ഒരു അഭയാർത്ഥി എന്നുള്ള രീതിയിലുള്ള ജീവിതം അനുഭവിക്കേണ്ടി വന്നതും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ അൺഎംപ്ലോയ്മെന്റ് അതുപോലെ തന്നെ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് അവർക്ക് മോട്ടിവേഷൻ ആയത്. ഷീ വാണ്ടഡ് ടു ക്രിയേറ്റ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ അതേഴ്സ് ഫേസിംഗ് സിമിലർ ചലഞ്ചസ്. അപ്പൊ ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ജീവിതത്തിൽ നേരിടുന്ന ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവർ ഈ വിഷയത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങിയത്. ഹൗ ഡിഡ് ടാൻലെ's ഗ്രാൻഡ് മദർ ചലഞ്ച് ദ നോഷൻ ഓഫ് ഇറ്റ് കാൺ ബി ഡൺ? ഇവിടെ ഗ്രാൻഡ് മദർ ഇറ്റ് കാൺ ബി ഡൺ, അത് ഇമ്പോസിബിൾ ആണ് അല്ലെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളൊരു ചിന്താഗതി എങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത്? ടാൻലെ's ഗ്രാൻഡ് മദർ ഡിഫൈഡ് സൊസൈറ്റൽ നോംസ് ബൈ പ്രോസിക്യൂട്ടിംഗ് ഹെർ ഹസ്ബൻഡ് ആൻഡ് വിന്നിംഗ് ഇൻ കോർട്ട്. ഇവരുടെ ഗ്രാൻഡ് മദർ ഇവരുടെ ഹസ്ബൻഡിന്റെ വീട്ടില് ഇവരുടെ ഹസ്ബൻഡിന്റെ മദറിൽ നിന്നും മറ്റും അവർക്ക് പല പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. ഈ കാര്യങ്ങളിൽ അവരുടെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിനെതിരെ അവർ കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും ആ കേസ് അവർ വാദിച്ച് ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇവരുടെ 2 ജനറേഷൻ മുമ്പുള്ള ഒരാളാണ് ഈ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ സ്ത്രീകൾ കോടതിയിൽ പോവുക അല്ലെങ്കിൽ ഭർത്താവിനെതിരെ സംസാരിക്കുക എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അപ്പൊ അത്തരത്തിലാണ് ഈ സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരാളായിട്ട് ഇവരുടെ ഗ്രാൻഡ് മദർ വരുന്നത്. ഹെർ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ ഷോഡ് ദാറ്റ് ഈവൻ ഇൻ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ഈസ് പോസിബിൾ. അപ്പൊ അവരുടെ ആ ഒരു ശക്തിയും നിശ്ചയദാർഢ്യവും എല്ലാം കാണിക്കുന്നത് എത്ര പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും ഒരു മാറ്റം സാധ്യമാണ് എന്നുള്ളൊരു സന്ദേശമാണ്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ടാൻലെ ആൻഡ് ഹെർ ഫാമിലി ഫ്രം വിയറ്റ്നാം ടു ഓസ്ട്രേലിയ. ഇവർ വിയറ്റ്നാമിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് നടത്തിയിട്ടുള്ള ആ യാത്ര ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ടാൻലെ, ഹെർ മദർ, ഗ്രാൻഡ് മദർ ആൻഡ് സിസ്റ്റർ ഫ്ലഡ് വിയറ്റ്നാം വെൻ ടാൻലെ വാസ് 4 years old. അപ്പോൾ ഇവരുടെ മദർ, ഗ്രാൻഡ് മദർ, സിസ്റ്റർ എന്നിവരോടൊപ്പമാണ് യാത്ര നടത്തുന്നത്. അന്ന് അവർക്ക് 4 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. They undertook a dangerous journey by boat, facing risks such as pirates, rape and possible death. അപ്പോൾ ഈ യാത്ര വളരെ അപകടം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. അവർ ഒരു ബോട്ടിലാണ് ഈ യാത്ര നടത്തുന്നത്. ഈ യാത്രക്കിടയിൽ അവര് കടൽ കൊള്ളക്കാരുടെ ആക്രമണം, അതുപോലെ തന്നെ ഈ ഭക്ഷണമില്ലായ്മ, ക്ഷീണം, അസുഖം വരിക തുടങ്ങിയിട്ടുള്ള, അതായത് കടലിനകത്ത് അസുഖം വന്നാൽ നമുക്കറിയാം എന്താണ്, ഹോസ്പിറ്റലിലേക്ക് പോലും പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാമഗ്രികൾ കയ്യിൽ കരുതാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ കടൽ കൊള്ളക്കാരുടെ ആക്രമണം, ഇത്തരത്തിലുള്ള പല വെല്ലുവിളികളും നിറഞ്ഞിട്ടുള്ള ഒരു യാത്രയാണ് ഇവർ നടത്തുന്നത്.
Her mother carried a bottle of poison in case of capture, highlighting the severity of the threat. ഇനി ഇവരുടെ അമ്മ ഒരു ചെറിയ വിഷക്കുപ്പി കയ്യിൽ കരുതിയിരുന്നു. നമ്മൾ നേരത്തെ ഷോർട്ട് ക്വസ്റ്റ്യനിൽ സൂചിപ്പിച്ചതുപോലെ ഈ കടൽ കൊള്ളക്കാർ വന്ന് ആക്രമിക്കുന്ന ഒരു സമയം ഉണ്ടാവുകയാണെങ്കിൽ അത് കുടിച്ച് മരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തോട് കൂടിയിട്ടാണ് ഇവർ ഈ യാത്ര നടത്തുന്നത്. The family endured hardships at the sea, such as hunger and exhaustion, before being rescued by an oil rig. ഇനി പല പ്രതിസന്ധികളിലൂടെയാണ് അവർ ഈ യാത്ര നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഈ ഒരു ഹങ്കർ, ആവശ്യത്തിന് ഭക്ഷണമില്ലാത്ത സാഹചര്യം, ക്ഷീണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പലപ്പോഴും അവർക്ക് ഈ പൈറേറ്റ്സിന്റെ ആക്രമണം ഉണ്ടാവുകയും ബോട്ടിൽ കൂടെയുള്ള ആളുകൾ അവരെ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവർ ഈ യാത്ര നടത്തുന്നത്. After a few months in a refugee camp, they arrived in Melbourne, Australia, where they began rebuilding their lives. അങ്ങനെ ഇവര് ഒരു റെഫ്യൂജി ക്യാമ്പിൽ എത്തുകയും അവിടെ അവർ കുറച്ച് മാസങ്ങൾ താമസിച്ചതിന് ശേഷം ആണ് ഓസ്ട്രേലിയയിലേക്ക് അവരുടെ യാത്ര പൂർത്തിയാക്കുന്നത്. അടുത്ത ചോദ്യം, ഹി ഡൈഡ് ബ്രോക്കൺ ബൈ ഹിസ്റ്ററി, ഹി ഈസ് മൈ ഗ്രാൻഡ് ഫാദർ, എക്സ്പ്ലെയിൻ. ഇനി ഇവരുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചിട്ട് ഇവർ പറയുന്നത് ചരിത്രത്തിന്റെ ഭാരം മൂലം മരണപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്? Stanley's grandfather was a poet and a playwright who had hoped for a unified Vietnam. ഇവരുടെ ഗ്രാൻഡ് ഫാദർ ഒരു പ്ലേറൈറ്റും പോയിറ്റുമായിരുന്നു, ഒരു നാടകകൃത്തും കവിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് യൂണിഫൈഡ് വിയറ്റ്നാം ആയിരുന്നു. നമുക്കറിയാം, ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യം രണ്ടായിട്ട് വിഭജിക്കുന്നത്. അതുപോലെ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്നുള്ള രീതിയിൽ നമ്മൾ കേൾക്കുന്നതാണ്. അദ്ദേഹത്തിൽ വിയറ്റ്നാമിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകീകൃത വിയറ്റ്നാം, യൂണിഫൈഡ് വിയറ്റ്നാം എന്നുള്ളൊരു സ്വപ്നമാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. ബട്ട് ആഫ്റ്റർ ദ കമ്മ്യൂണിസ്റ്റ് ടുക്ക് കൺട്രോൾ ഹിസ് ഡ്രീംസ് വർ ക്രഷ്ഡ്. എന്നാൽ അവിടെ ഉണ്ടാവുന്ന യുദ്ധത്തിലും അതുപോലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ആ സ്വപ്നം തകർന്നു പോകുന്ന ഒരു സാഹചര്യമായിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. ഹിസ് ഡിസപ്പോയിന്റ്മെന്റ് ലെഡ് ഹിം ടു ബേൺ ഹിസ് ലൈഫ്സ് വർക്ക്. അയാൾ ആ നിരാശയിൽ അയാൾ എഴുതിയതെല്ലാം കത്തിച്ചു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആൻഡ് ഹി ഇവൻച്വലി പാസ്ഡ് അവേ. അതിനുശേഷം ഒരു ഉൾവലിഞ്ഞ ജീവിതവും ആരോടും അധികം സംസാരിക്കാത്തൊരു പ്രകൃതവുമായിട്ട് അയാൾ മാറുകയാണ് ചെയ്തത്. അങ്ങനെ അയാൾ പിന്നീട് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഡിഫീറ്റഡ് ബൈ ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. അങ്ങനെ ഈ ചരിത്രം മൂലം ഈ തോൽപ്പിക്കപ്പെട്ടുകൊണ്ട് മരിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. ഓൾദോ ടാൻലെ നെവർ മെറ്റ് ഹിം, ഹിസ് സ്റ്റോറി വാസ് പ്രിസർവ്ഡ് ബൈ ഹെർ ഗ്രാൻഡ് മദർ ആൻഡ് ഇറ്റ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ടാൻലെസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എൻഡ്യൂറൻസ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദറിനെ അവർ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഈ കഥകളെല്ലാം ഗ്രാൻഡ് മദർ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഈ കഥയിൽ നിന്ന് അവർ പഠിച്ചെടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എത്ര വലിയ ദുരന്തങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാലും അതിനു മുമ്പിൽ കീഴടങ്ങാതെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള ഒരു പാഠമാണ് അവരതിൽ നിന്ന് പഠിച്ചെടുക്കുന്നത്. അടുത്ത ചോദ്യം, എക്സാമിൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് ടാൻലെസ് ഗ്രാൻഡ് മദർ ഓൺ ഹെർ ലൈഫ്. ഇവരുടെ ഗ്രാൻഡ് മദറിന് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ടാൻലെസ് ഗ്രാൻഡ് മദർ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിസർവിംഗ് ദ മെമ്മറി ആൻഡ് ലെഗസി ഓഫ് ടാൻലെസ് ഗ്രാൻഡ് ഫാദർ, എൻഷുറിംഗ് ഹിസ് സ്റ്റോറി വാസ് നോട്ട് ഫോർഗോട്ടൺ. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഈ ഗ്രാൻഡ് ഫാദറിന്റെ ഈ സ്റ്റോറിയും ലെഗസിയും എല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഗ്രാൻഡ് മദർ ആണ്. അങ്ങനെ ഇവരുടെ ഫാമിലി ഹെറിറ്റേജും ഹിസ്റ്ററിയും എല്ലാം നിലനിർത്തുന്നതിൽ ഗ്രാൻഡ് മദർ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഹെർ ഗ്രാൻഡ് മദർ ഡിഫൈഡ് സൊസൈറ്റൽ നോംസ് ബൈ പ്രോസിക്യൂട്ടിംഗ് ഹെർ ഓൺ ഹസ്ബൻഡ് ആൻഡ് വിന്നിംഗ്, ഷോക്കേസിംഗ് ഹെർ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. മറ്റൊന്ന്, ഇവർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടാണ് വരുന്നത്. 2 തലമുറകൾക്ക് മുമ്പുള്ള പഴയ കാലഘട്ടത്തിൽ ഇവരുടെ ഹസ്ബൻഡിനെതിരെ കോടതിയിൽ കേസ് കൊടുക്കുകയും ആ കേസ് വാദിച്ച് ജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു ഇവരുടെ ഗ്രാൻഡ് മദർ. അത്തരത്തിൽ ആ ഒരു സ്ട്രെങ്ത്തിന്റെയും ഡിറ്റർമിനേഷന്റെയും ഒരു ഇൻസ്പിറേഷൻ ഇവർക്ക് ഗ്രാൻഡ് മദറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഷീ റെപ്രസെന്റഡ് റെസിലിയൻസ്, ഫേസിംഗ് ഹാർഡ്ഷിപ്പ് ഹെഡ് ഓൺ ആൻഡ് പാസ് ഹിസ് ലെഗസി ഓഫ് സ്ട്രെങ്ത് ടു ടാൻലി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവർ കാണുന്നത്. അത്തരത്തിലുള്ള ആ ഗുണങ്ങളെല്ലാം അവർ ടാൻലിയിലേക്ക് പകർന്നു കൊടുക്കുന്നു. ഇൻസ്പയറിംഗ് ഹെർ ഓൺ സെൻസ് ഓഫ് കറേജ് ആൻഡ് പെർസിവറൻസ് ഇൻ ലൈഫ്. ഇവരും ഇതുപോലെ അഭയാർത്ഥി എന്നുള്ള രീതിയിലൊക്കെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ പ്രതിസന്ധികൾക്ക് മുമ്പിലെല്ലാം ഈ ഗ്രാൻഡ് മദറിന്റെ സ്റ്റോറിയും അവരുടെ ആ സ്ട്രെങ്ത്തും എല്ലാം അവർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആയിരുന്നു. ദ സ്പിരിച്വൽ കണക്ഷൻ ടാൻലി ഫെൽറ്റ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ, എസ്പെഷ്യലി അറ്റ് ദ മൊമെന്റ് ഓഫ് ഹെർ ഡെത്ത്, സിംബലൈസസ് ദ ഡീപ്പ് ഇമോഷണൽ ആൻഡ് ഫെമിലിയൽ ബോണ്ട് ബിറ്റ്വീൻ ദം. ഇനി ഇവർ തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. കാരണം ഗ്രാൻഡ് മദർ മരിക്കുന്ന സമയത്ത് ഇവര് ഒരുപാട് ദൂരെയുള്ള ഒരു സ്ഥലത്തായിരുന്നു. പക്ഷെ ഗ്രാൻഡ് മദറിന്റെ സാന്നിധ്യം അവർ യാത്ര പറയാൻ വേണ്ടി വന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്പിരിച്വൽ കണക്ഷൻ അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എത്രമാത്രം ഡീപ്പായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നുള്ള ഒരു കാര്യമാണ് അതിലും നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്.
ആദ്യത്തെ ചോദ്യം, ഡിസ്കസ് ഹൗ ടാൻലെ അണ്ടർസ്കോർസ് ദ സ്ട്രെങ്ത് ഓഫ് ഫാമിലിയൽ ബോൺസ് ഇൻ ഹെർ സ്പീച്ച് ആൻഡ് ഹൗ ദേ കോൺട്രിബ്യൂട്ടഡ് ടു ഹെർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ അച്ചീവ്മെന്റ്സ്. ഈ ഫാമിലി ബോണ്ടിന്റെ ഒരു ശക്തിയെ കുറിച്ചിട്ടും അത് അവരുടെ ഈ പ്രൊഫഷണൽ അച്ചീവ്മെന്റിന് ഒരു അടിത്തറ നൽകിയതിനെ കുറിച്ചിട്ടും അവർ ഈ സ്പീച്ചിൽ പറയുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. സെൻട്രൽ തീം ഓഫ് ഫാമിലി ബോൺസ്. Stanley emphasizes that the strong familial ties, particularly among the women in her family, were the foundation of their survival and success. തുടക്കത്തിൽ തന്നെ അവർ പറയുന്നത് അവരുടെ ഫാമിലിയിലുള്ള, പ്രത്യേകിച്ചും ഈ 3 ജനറേഷനിലുള്ള ഈ സ്ത്രീകൾ, അവരുടെ മദർ, ഗ്രാൻഡ് മദർ, പിന്നെ അവരുടെ ജനറേഷൻ എന്നുള്ള ഈ 3 ജനറേഷനിലെ സ്ത്രീകൾ തമ്മിലുള്ള ഫാമിലി ബോണ്ടാണ് അവരുടെ ഈ ഒരു സർവൈവലിനും സക്സസിനും ഒരു അടിത്തറയാവുന്നത് എന്നുള്ളത്. സർവൈവലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു അഭയാർത്ഥി എന്ന രീതിയിലുള്ള അവരുടെ ജീവിതവും അതിനുശേഷം ഇന്ന് അവർ നേടിയിരിക്കുന്ന അച്ചീവ്മെന്റ്, ആ സക്സസിനും എല്ലാം അടിത്തറയാവുന്ന ആ ഫാമിലി ബോണ്ടാണെന്നാണ് അവർ പറയുന്നത്. ഷീ ഓഫ്റ്റൻ ഹൈലൈറ്റ്സ് ദി റെസിലിയൻസ് ഓഫ് ഹർ ഗ്രാൻഡ് മദർ ആൻഡ് ഹെർസെൽഫ് അക്രോസ് 3 ജനറേഷൻസ്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ഈ ഗ്രാൻഡ് മദറിന്റെ ഈ ഒരു റെസിലിയൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു, അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യം, സ്ട്രെങ്ത് തുടങ്ങിയിട്ടുള്ള കാര്യം, ഇനി ഇവര് അഭയാർത്ഥിയായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വന്ന സമയത്ത് അവരുടെ മദർ പ്രകടിപ്പിച്ചിട്ടുള്ള ആ വാല്യൂസ്, അതുപോലെ തന്നെ ഇവർക്കും ഇതുപോലെ സ്കൂളിലും മറ്റും ഡിസ്ക്രിമിനേഷനും ഒക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവരും അത്തരത്തിലുള്ള റെസിലിയൻസും സ്ട്രെങ്ത്തും എല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ 3 ജനറേഷനിലുള്ള സ്ത്രീകൾ തമ്മിലുള്ള ഒരു ഫാമിലി ബോണ്ടിലൂടെയാണ് അതിനുള്ള സ്ട്രെങ്ത് അവർക്ക് ലഭിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. സപ്പോർട്ട് ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്. പിന്നെ വരുന്നത്, ഡ്യൂറിംഗ് ദർ എസ്കേപ്പ് ഫ്രം വിയറ്റ്നാം, the shared experiences of danger and survival, like the boat journey, strengthened the bond between them. മറ്റൊന്ന്, വളരെ വലിയ പ്രതിസന്ധികളിലൂടെ ഒരുമിച്ച് കടന്നുപോയി എന്നുള്ളത് അവർ തമ്മിലുള്ള ആ ബോണ്ട്, ആ കുടുംബ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ചും അഭയാർത്ഥികളായിട്ട് അവർ നടത്തിയിട്ടുള്ള ആ ബോട്ട് യാത്ര, ആ യാത്രയെല്ലാം അവർ തമ്മിലുള്ള ആ ബോണ്ട് ശക്തിപ്പെടുത്തുന്നതിന് വലിയ കാരണമായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ദിസ് കളക്റ്റീവ് എൻഡ്യൂറൻസ് ഗേവ് ടാൻലി ദ ഡിറ്റർമിനേഷൻ ടു ഓവർകം ചലഞ്ചസ് ഇൻ ഹെർ ഓൺ ലൈഫ്. അങ്ങനെ ഇവർ ഒന്നിച്ചു നിന്നുകൊണ്ട് പല പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടുള്ള അവരുടെ അനുഭവങ്ങൾ അവർക്ക് തുടർന്നും ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് അതിനെ അതിജീവിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ആയിട്ടും ഇൻസ്പിറേഷനും ആയിട്ടൊക്കെ വന്നു എന്നാണ് അവർ പറയുന്നത്. ഇൻസ്പിറേഷൻ ഫ്രം ഹെർ ഗ്രാൻഡ് മദർ ആൻഡ് മദർ. ടാൻലിസ് ഗ്രാൻഡ് മദർ പ്രിസർവ്ഡ് ദ ഫാമിലീസ് ഹിസ്റ്ററി ആൻഡ് വാല്യൂസ്, വൈൽ ഹെർ മദർ ത്രൂ ഹെർ ഹാർഡ് വർക്ക് ആൻഡ് സാക്രിഫൈസ് ഇൻ ഓസ്ട്രേലിയ സെറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് പെർസ്യൂറൻസ്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഗ്രാൻഡ് മദറിൽ നിന്നും അവർക്ക് വലിയ രീതിയിലുള്ള ഇൻസ്പിറേഷൻ ലഭിക്കുന്നുണ്ട്. ഗ്രാൻഡ് മദർ അവരുടെ ലൈഫിൽ, അവരുടെ കാലഘട്ടത്തിലുള്ള ഈ സാമൂഹിക വ്യവസ്ഥയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവരുടെ മദർ ഇതുപോലെ ഒരു അഭയാർത്ഥിയായിട്ട് വേറെ പുതിയൊരു രാജ്യത്ത് കുട്ടികളെയും കൊണ്ടുവന്നിട്ട് അവിടെ അവർക്കൊരു ലൈഫ് ഈ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസും സ്ട്രെങ്ത്തും എല്ലാം പ്രകടിപ്പിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ്. അത്തരത്തിൽ ഇവര് ഈ വലിയ പ്രതിബന്ധങ്ങളെയൊക്കെ നേരിടുന്നതിലും അതിജീവിക്കുന്നതിൽ നിന്ന് ഇവർക്ക് ഇൻസ്പിറേഷൻ ലഭിച്ചിരുന്നു. ദീസ് റോൾ മോഡൽസ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ടാൻലെസ് ക്യാരക്ടർ ആൻഡ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ്. അപ്പോൾ ഈ മദറിനെയും ഗ്രാൻഡ് മദറിനെയുമാണ് അവർ റോൾ മോഡൽസ് ആയിട്ട് കാണുന്നത്. അത് അവരുടെ ലോകവീക്ഷണം രൂപപ്പെടുത്തുന്നതിനും അവരുടെ ക്യാരക്ടർ രൂപപ്പെടുത്തുന്നതിനും വളരെ നിർണായകമായിരുന്നു. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സക്സസ്. Stanley attributes her achievements, such as her recognition as Young Australian of the Year, to the strength and determination she inherited from her family. അപ്പോൾ അവർ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഈ പ്രത്യേകിച്ചും യങ് ഓസ്ട്രേലിയൻ ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ അവരുടെ ഫാമിലിയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള സ്ട്രെങ്ത് കൊണ്ടും ഡിറ്റർമിനേഷനും കൊണ്ടാണ് സാധ്യമായതെന്ന് അവർ പറയുന്നു. The resilience empowered her to tackle difficult challenges in her professional life, including her work as a social activist. അപ്പോൾ ഇങ്ങനെ ഫാമിലിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ വാല്യൂസ് ആണ് അവർക്ക് ഇവരുടെ പ്രൊഫഷണൽ ലൈഫിനകത്തുള്ള ചലഞ്ചസിനെ നേരിടുന്നതിന് സഹായകമാവുന്നത് എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ചും ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ കൂടി അവർ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് ഈ ഫാമിലിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ ഒരു സ്ട്രെങ്ത്തും വാല്യൂസുമാണ് കാരണം എന്നവർ പറയുന്നു. അത്തരത്തിൽ നമുക്ക് ഇവരുടെ ഈ ഒരു പേഴ്സണൽ പ്രൊഫഷണൽ അച്ചീവ്മെന്റ്സിന് ഫാമിലി ബോണ്ട്, അതുപോലെ ഫാമിലിയിൽ നിന്ന് ലഭിക്കുന്ന സ്ട്രെങ്ത് എന്നുള്ളത് ഒരു നിർണായക ഘടകമാണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ടാൻലിസ് വ്യൂസ് ഓൺ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ റെഫ്യൂജീസ് ആൻഡ് ഇമിഗ്രൻസ്. ഇനി അഭയാർത്ഥികളായിട്ടും കുടിയേറ്റക്കാരായിട്ടും മറ്റു രാജ്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ആളുകൾ വിവേചനങ്ങൾ ഉൾപ്പെടെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്നതിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. Stanley discusses the trauma and the uncertainty her family faced as refugees, fleeing Vietnam by boat, risking their lives for a chance at safety. ഒന്ന് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രോമയെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. കാരണം
ഒരു അൺസർട്ടനിറ്റിയാണ് ഇവരുടെ യാത്രയിലുള്ളത്. ഈ യാത്ര അവർക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് അവർക്ക് അറിയില്ല. ഇനി പൂർത്തിയാക്കിയാൽ തന്നെ അവിടെ ഏത് തരത്തിലുള്ള ജീവിതമാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. അത്തരത്തിലുള്ള അൺസർട്ടനിറ്റി നൽകുന്ന ഒരു ഇമോഷണൽ ട്രോമ ഈ അഭയാർത്ഥികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ള കാര്യം ഈ സ്പീച്ചിനകത്ത് അവർ സൂചിപ്പിക്കുന്നുണ്ട്. The journey symbolizes the physical displacement and the emotional toll refugees endure as they leave behind their homeland. അപ്പോൾ ഈ യാത്ര അവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ഫിസിക്കൽ ഡിസ്പ്ലേസ്മെന്റ് മാത്രമല്ല, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ള കാര്യം മാത്രമല്ല, അവർക്ക് ഇമോഷണലി അത് എത്രമാത്രം ഡിപ്രസിംഗ് ആണ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് കൂടി അവർ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ചലഞ്ചസ് ഓഫ് സെറ്റിലിംഗ് ഇൻ എ ഫോറിൻ ലാൻഡ്. Upon arriving in Australia, Tanley's family had to rebuild their lives from scratch, with their mother taking on difficult jobs while studying English. ഇനി പുതിയൊരു രാജ്യത്ത് അവർ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫ് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അവർക്ക് വീടില്ല, ജോലിയില്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് അവർ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്ത് ഉയർത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് അവരുടെ അമ്മ പല പ്രയാസപ്പെട്ട ജോലികളും ഫാക്ടറിയിലും ഫാമിലും ഉൾപ്പെടെയുള്ള പല ജോലികളും ചെയ്യുകയും അതേ സമയത്ത് തന്നെ ഈ പുതിയ രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ ഭാഷ പഠിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതിനോടൊപ്പം അവർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. They faced numerous challenges adjusting to a new culture, language and environment. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുതിയൊരു ഭാഷ, അതുപോലെ തന്നെ പുതിയ സംസ്കാരം, പുതിയ എൻവയോൺമെന്റ് തുടങ്ങിയ കാര്യങ്ങളോടൊക്കെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രയാസം അവർ നേരിടേണ്ടി വരുന്നുണ്ട്. പിന്നെ വരുന്നത് എക്സ്പീരിയൻസസ് വിത്ത് ഡിസ്ക്രിമിനേഷൻ ആണ്. Tanley describes the racism and prejudice her family encountered in Australia, both in daily life and in school. ഇനി ഓസ്ട്രേലിയയിൽ വെച്ച് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വംശീയ വിവേചനത്തെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സ്കൂളിനകത്തൊക്കെ ഇവരൊരു ഏഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണെന്നുള്ള രീതിയിൽ മറ്റുള്ളവർ കൂടെയുള്ള മറ്റ് സ്റ്റുഡൻസ് ഒക്കെ അത്തരത്തിൽ ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞിരുന്നു. She recalls how being viewed as outsiders fueled her desire to succeed academically and overcome societal barriers. ഇനി ഇവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇവരൊരു ഔട്ട്സൈഡർ, അതായത് ഓസ്ട്രേലിയയിലുള്ള ഒരാളല്ല, പുറമേ നിന്ന് വന്ന ആളാണെന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ കണക്കാക്കുന്ന ആ ഒരു കാര്യം ഇവർ കൂടുതൽ വാശിയോട് കൂടിയിട്ട് വിജയം നേടാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് കണക്കാക്കി എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് വരുന്നത് അഡ്വക്കസി ഫോർ റെഫ്യൂജീസ് ആൻഡ് ഇമിഗ്രൻസ് ആണ്. Tanley's personal experiences with the displacement and discrimination have informed her work as a social activist. അപ്പോൾ ഇത്തരത്തിൽ ഇവർക്ക് സ്വന്തം അനുഭവങ്ങൾ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ കുറിച്ചുള്ള സ്വന്തം അനുഭവങ്ങളാണ് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ട് അവർ മാറുന്നതിനുള്ള കാരണമായിട്ടുള്ളത്. ഷീ സ്പീക്സ് ഔട്ട് അബൌട്ട് ദ സ്ട്രഗിൾസ് ഫേസ്ഡ് ബൈ ഇമിഗ്രൻസ്. ഈ അഭയാർത്ഥികളും കുടിയേറ്റക്കാരുമായിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നു. യൂസിംഗ് എ പ്ലാറ്റ്ഫോം ടു റേസ് അവയർനെസ് അബൌട്ട് ഇഷ്യൂസ് സച്ച് ആസ് യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇനി അവരുടെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പ്രൊഫഷണലി നേടിയിട്ടുള്ള അച്ചീവ്മെന്റ്, സക്സസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ യൂത്ത് അൺഎംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. സ്ട്രൈവിംഗ് ടു ഗിവ് എ വോയിസ് ടു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. ഇത്തരത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഇത്തരം ദുർബലരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്ന തരത്തിലേക്ക് ഈ അനുഭവങ്ങളാണ് അവരെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.